ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. 10-ാം ദശകം നാരായണീയം. സനകാദിയോഗികളുടെ വൈകുണ്ഠ ദർശനം. ഹിരണ്യാക്ഷൻ, ഹിരണ്യകശിപു എന്നിവരുടെ ഉത്ഭവം. ക്രമേണ സർഗേ പരിവർത്തമാനേ കഥാവിധി ദിവ്യാസനകാദയസ്തേ ഭവദ്ലോകായ വികുണ്ഠലോകം അവേദിരേ മാരുതമന്ദിരേശാം. വായു മന്ദിരസ്ഥിതനായ ഗുരുവായൂരിൽ വസിക്കുന്ന ഭഗവാനെ സൃഷ്ടികർമ്മഫലം ക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ പരിശുദ്ധാത്മാക്കളായ സനക മുതൽവർ അങ്ങയെ ദർശിക്കാൻ വേണ്ടി വൈകുണ്ഠത്തിൽ എത്തി. മനോജ്ഞനൈശേഷകാനനാദ്യൈ അനേകപാപീമണിമന്ദിരശ്ചാം അനോപമന്തം ഭവതോ നികേതം മുനീശ്വരാഃ പ്രാവൃതീരകക്ഷ്യാം. ആ മഹർഷിപുങ്കവന്മാർ മനോജ്ഞവും മോക്ഷദായകവുമായ ഉദ്യാനങ്ങളാലും അനേകം സരസ്സുകൾ, മണിമന്ദിരങ്ങൾ എന്നിവയാലും അനുപമവും സുപ്രസിദ്ധവുമായ അങ്ങയുടെ വാസസ്ഥാനത്തേക്ക് പുറത്തെ മതിലുകൾ കടന്നെത്തി. ഭവേദ്യഗുഷൻ ഭവനം വിവിക്ഷൻ ദാസ്തൗ ജയസ്ഥാൻ വിജയോപിരുരുന്ധാം തേഷാശ്ച ചിത്തേ പദമാപഗോപഃ സർവം ഭവൽ പ്രേരണയൈവ ഭൂമൻ. ഭവദർശനോത്സുകരും ഭവനപ്രവേശന വ്യഗ്രരുമായ ആ മഹർഷിമാരെ ദ്വാരപാലകന്മാരായ ജയനും വിജയനും തടഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കോപമുണ്ടായി. അചിന്ത്യ വൈഭവനായ ഈശ്വര, അങ്ങയുടെ പ്രേരണ കൊണ്ടാണല്ലോ സർവവും സംഭവിക്കുന്നത്. വൈകുണ്ഠലോകാനുചിത്ര ചേഷ്ടവും കഷ്ടവും യുവാം ദൈത്യഗതിം ഭജേതം ഇതി പ്രശസ്തവോ ഭവദാശ്രയോ തവോ ഹരിസ്മൃതിർനോ ആസ്തിരിം നേമദുസ്താൻ. പരിശുദ്ധമായ വൈകുണ്ഠലോകത്തിന് അനുചിതമായ പ്രവൃത്തികളോടുകൂടിയ ക്രൂരന്മാരായ നിങ്ങൾ അസുരന്മാരായി തീരുക എന്ന് ശപിക്കപ്പെട്ട ജയവിജയന്മാർ തങ്ങളുടെ ഏകാശ്രയമായ അങ്ങയെ എപ്പോഴും ഓർമ്മിക്കാനുള്ള അവസരം സുലഭമാക്കാൻ വേണ്ടി സനകാദികളായ മഹർഷിമാരെ നമസ്കരിച്ചു. നാരായണീയത്തിൽ ഇത്രയും വായിച്ചു കഴിഞ്ഞിട്ട് ഇനിയും ഒരു ഭഗവാന്റെ ഉണർത്തുപാട്ട് പാടി കേൾപ്പിക്കാം. നമുക്കൊക്കെ ഇഷ്ടാവെന്ന് വിചാരിക്കുന്നു. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സച്ചിദാനന്ദ കാർമുകിൽ വർണ്ണ നിദ്ര വീട്ടങ്ങെഴുന്നേൽക്കൂ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സച്ചിദാനന്ദ കാർമുകിൽ വർണ്ണ നിദ്ര വീട്ടങ്ങെഴുന്നേൽക്കൂ. ഉണ്ണി സൂര്യനുണർന്നിലാവാനിൽ മഞ്ഞപ്പട്ടു വിരിക്കുന്നു. ഉണ്ണിക്കു ചൂടാൻ പീലിയുമായി വന്നു നിൽക്കുന്നു കേകികൾ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സച്ചിദാനന്ദ കാർമുകിൽ വർണ്ണ നിദ്ര വീട്ടങ്ങെഴുന്നേൽക്കൂ. കാളുന്നീ തന്നൽ വന്നീതാ കാതിൽ മൂളുന്നു നിന്റെ നാമങ്ങൾ. ഉണ്ണിക്കോ ചൂടാൻ പീലിയുമായി വന്നു നിൽക്കുന്നു കേകികൾ. നന്ദനാ നിന്നോടൊത്തുകൂടുവാൻ നന്ദിനി കുട്ടി കേഴുന്നു. വെണ്ണയും പാലും തയ്യാറായി മണിവർണ്ണനുണ്ണി എഴുന്നേൽക്കൂ. ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ സച്ചിദാനന്ദ കാർമുകിൽ വർണ്ണ
വിദ്യ വിട്ടങ്ങെഴുന്നേൽക്കൂ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ഒരു 9 മാസത്തെ കാവൽക്കാരിയായിട്ട് ഞാൻ തിരുനടയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ നിർമ്മാല്യ സമയത്ത് ഞങ്ങൾക്ക് ആദ്യം തന്നെ 2:45 ആകുമ്പോൾ അകത്ത് പ്രവേശിക്കാം. 3 മണിക്ക് കയറുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണത്. ഞാൻ എഴുതിയതൊന്നും അല്ല കേട്ടോ. മിക്കവാറും ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറാണ് ഇതെല്ലാം എഴുതണത്. പിന്നെ വേറെ ഒന്നുമില്ല പറയാനായിട്ട്.